ഇതൊന്നും അറിയാം. ഷോപ്പറ് അത് ഷോപ്പറാണ്. പക്ഷെ ഇതിന്റെ അകത്തൊരു സാധനം അത് അടുത്ത ആഴ്ചത്തെ കല്യാണത്തിന് എനിക്കുള്ള ചുരിദാർ. അത് ഞാൻ എന്തായാലും എനിക്ക് വാങ്ങൂലേ. ഇതല്ല, ഇത് ഒരാൾക്ക് അടിച്ചെടുക്കാനുള്ളതാ. അടിക്കലല്ല എന്റെ പണി. അതെയാ? പിന്നെ ഒരു ദിവസം പണിയുണ്ടോ? കുറച്ച് തിരക്കുണ്ട്. അത് പിന്നെ അടിച്ചോ? പിന്നെ അതിന് നാളെ രാവിലെ കൊടുക്കേണ്ടതാ, മറ്റന്നാളത്തെ കല്യാണത്തിൻ്റെ. ഇത് എനിക്ക് സന്ധ്യാകുമ്പോഴത്തേക്ക് വേണം. സന്ധ്യാകുമ്പോഴത്തേക്കൊന്നും ആവൂല. ഇത് ഇപ്പൊ 3 എണ്ണം ഉണ്ട് ഇതിപ്പോ. നോക്ക്, നോക്കാനൊന്നും ഇല്ല. ഹലോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. നീ ഇപ്പം ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ. സുമി, വളരെ അത്യാവശ്യമായിട്ട് ഉള്ളതാണ്. വേഗം വേണം, ഇന്ന് തന്നെ വേണം. ഇന്ന് സന്ധ്യാകുമ്പോഴത്തേക്ക് തന്നെ വേണം. സന്ധ്യാകുമ്പോഴത്തേക്ക് തന്നെ ഇത് കൊടുക്കാനുള്ളതോ? ഏറ്റ സാധനം എന്താ ചെയ്യാ? ഇത് തീരില്ല ഇപ്പോ. ഇത് കഴിഞ്ഞ ശേഷം തുടങ്ങിയാൽ മതി. എത്ര ടൈമുണ്ട്? ഇതിന്റെ കൂടെ 2 എണ്ണം പറയണ്ടല്ലോ. ആ അസ്മിത, നീ കയറുവാ. ഇരിക്കാനൊന്നും സമയമില്ലാണ്. എൻ്റെ ഈ മാക്സ് ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അടിക്ക അസ്മിത, അടിക്ക്. എനിക്ക് തിരക്കുണ്ടാ? ഇന്നും നാളെയും നല്ല തിരക്കാണ് അസ്മിത. ഈ മാക്സ് ഒന്ന് അടിച്ചറിയാനാണ്. എന്ത് പറ്റി? എൻ്റെ സൈഡിൽ നിന്ന് കീറിപ്പോയിട്ടുണ്ടേ. അതെയാ? എൻ്റെ വീടിന്ന് ഇങ്ങനെ കീറിപ്പോയിന്. ഒരു പൊള്ളിക്കാട്ടിട്ട് വലിച്ചിട്ടാന്ന് തോന്നുന്നു. ഒന്ന് ഇതോടെ അടിച്ചാന്ന്. ഇതിപ്പോ അടുത്തടിച്ചോട് പോയ മാക്സി അല്ലേ? പുതിയ തന്നെ. അത് അന്ന് ബൾബിന്ന് പണിയെടുക്കുമ്പോ പൊള്ളിക്കാറ്റ കൊളത്തി പോയിട്ടാന്ന് തോന്നുന്നു. അടിച്ചരാ. അടിക്ക്. വെള്ളം എടുത്തിട്ട് വെള്ളമൊന്നും വേണ്ട. വെള്ളം കുടിക്കാ സ്മിത. നാരങ്ങ വെള്ളമല്ലേ, ക്ഷീണമെല്ലാം മാറൂലേ, ഉഷാറാവൂലേ. നീ എന്തെങ്കിലും അറിഞ്ഞ സുമയ്യ? ഇല്ല സ്മിത. ആ റാബിയാരെ മാപ്പിള വന്നിട്ട് പെണ്ണിനെ ചൂടുവാകിയാക്കി. എപ്പോ? ഞാൻ രാത്രി. അതെയാ? അവിടെ എപ്പം പ്രശ്നമാണല്ല. നാട്ടിൽ ആള് വേച്ചു അറിഞ്ഞു മാത്രമേ അറിയാണ്ടുള്ളൂ തോന്നുന്നു. ഞാൻ പിന്നെ അതൊന്നും അറിയാൻ പോക്കില്ല സ്മിത. ഓളപ്പൊരു ഭാഗ്യാക്കി പഠിച്ചോനെ. അതല്ല ഇങ്ങക്ക് മിഞ്ഞാന്ന് അടി കിട്ടിയിരുന്നെല്ലാം പറയുന്നട്ടെ. അത് മിഞ്ഞാന്നില്ല, അത് 2-3 ദിവസം മുമ്പ്. ഇത് മിഞ്ഞാന്ന് ഒരാൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല പഠിച്ചോനെ. പെണ്ണ് അടി കൊണ്ട് ആടെ കടന്നു പോയിന്. പാവം തോന്നുന്നു. അന്നെന്തിനാ നിങ്ങളെ അടിച്ചെന്ന് പറഞ്ഞ? അത് ഞാനന്ന് അടിക്കുന്ന കണ്ടിട്ട് പിടിച്ചോക്കാൻ പോയിരുന്നു. അതിലെ അങ്ങക്ക് അടി കൊണ്ടത്. ഇങ്ങനത്തെ കുടിയന്മാരൊക്കെ പോവാണ്ടിരിക്കലാ നല്ലത്. അവർ കണ്ണുചോരിയിലാണ്ട് എന്തിനോ ചെയ്യും. അതന്നെ ഞാന് അതിട്ടാണ് ഞാന് അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്ക് പോവാണ്ടിരിക്കലാ നല്ലത്. കണ്ടിട്ട് ചെയ്യിക്കാൻ പറ്റുന്നില്ല പഠിച്ചോനെ. അത് പോട്ടെ, മറ്റുള്ളവരെ ആരും പറയാണ്ടിരിക്കലാ നല്ലത്. ആ കാര്യം തന്നെ എത്രയുണ്ട് പറയാൻ വേണ്ടി. സുമി, ഞാൻ പോയി അടിക്കണേ. അത് സ്മിത എന്താണ്? സുഖം തന്നെ. എന്നിട്ട് കൊറേ എല്ലാം ഇങ്ങോട്ട് വന്നിട്ട്. അതെയാ? അതിന് സുമിയല്ലേ ഭയങ്കര തിരക്കെന്ന് പറയുന്നല്ലേ സുമി? നീ ആ ഡ്രസ്
ഇന്ന് കുട്ടികളെ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ശരിയല്ല. ഇവരുടെയൊക്കെ ഫോണെടുക്കുമ്പോൾ തോന്നുന്നു അത് ആണന്മാരല്ലേ, അമ്മമാരൊക്കെ എന്തെങ്കിലും സംസാരിക്കാം, ചങ്ങന്മാരൊക്കെ ഫോൺ വരുമ്പോൾ ഫോൺ എടുത്തിട്ട് വേണം. നേരത്തെ ഉണ്ട് ഇങ്ങനെ തന്നെ, ഫോൺ വരുമ്പോൾ ഫോൺ എടുത്തിട്ട് പോകും. ചങ്ങന്മാരായിട്ടും വിളിച്ചിട്ടായിരിക്കില്ലേ, ചങ്ങന്മാർ വിളിക്കുമ്പോൾ വർത്താനം പറയാൻ വേണ്ടിയിട്ട് പോന്നിരിക്കും. ഞാൻ നീ ഫോൺ വരുമ്പോ നീ ചോടുന്ന് അതെന്റെ സുഹൃത്ത് വിളിച്ചതാ. അഡ്രസ് അടിച്ചോക്കണേ. പിന്നെന്താ സ്മിത, ഭക്ഷണലായ? ഞാനത് പറഞ്ഞതാണ്. എനിക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് മുളക് വേണം. മുളകാ ഒരു ഗ്ലാസ്സിലാണ് വേണ്ടത്? ഒരു ഗ്ലാസ്സിൽ ഞാൻ പൊടിച്ചിട്ടാണ് എനിക്ക് കൊടുത്തരാം. അത് കുഴപ്പമില്ല, ഞാൻ തരാം. ഞാൻ എത്തിട്ടേട്ടാ. അസ്മിത, മുളകിതാ. പോയിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നീ അടിച്ചു വെച്ചേ. കുറേ കാര്യം പറയാനുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം വരാം, നേരമുള്ളപ്പോൾ. എനിക്കും സമയമില്ലല്ലോ. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. പോയിട്ട് കറികളും വെക്കട്ടെ. എന്നാൽ ഞാൻ പോട്ടെ. സ്മിത, ഞാൻ അടിച്ചിട്ടാകുമ്പോൾ പറയാട്ടാ. അടിച്ചിട്ട് പറ, ഞാൻ വന്നിട്ട് വാങ്ങിക്കോളാം. സുമി, കഴിഞ്ഞാലടിക്കണേ കേട്ടോ. ഇന്ന് സന്ധ്യക്ക് എന്തായാലും കൊടുക്കാൻ നേരിട്ട് വരാം. ഇതെല്ലാം കൂടി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോ കടന്നുറങ്ങുക? ഇപ്പൊ സന്ധ്യാമ്പത്തേക്ക് അടിച്ചേ പറ്റൂ. ഇപ്പൊ നാളെ രാവിലെ കൊടുക്കണ്ടോ? നീ നോക്കും കേട്ടോ. ഇത് കഴിഞ്ഞാൽ തുടങ്ങണം കേട്ടോ. നോക്കാം. എനിക്ക് കണ്ണൂരെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരാളെ കാണാനുണ്ട്, എന്റെ ഫ്രണ്ടിനെ കാണാനുണ്ട്. ഞാൻ വന്നിട്ട് പിന്നെ അപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ അടിച്ചേക്കൂലേ? ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് അടിച്ചോ നോക്കട്ടെ. ഹലോ, നീ ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. എവിടെ സ്ഥലം പറഞ്ഞത്? ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. വിളിക്കുമ്പോൾ നീ കൃത്യമായിട്ട് ലൊക്കേഷൻ പറഞ്ഞു, ഞാൻ അവിടെ വരാം. എന്നാൽ ശരി. എന്നാ ഇത് കഴിഞ്ഞോടനെ ഇത് അടിക്കണേ കേട്ടോ. വൈകുന്നേരത്തെ സന്ധ്യാമത്തേക്ക് അടിക്കണം കേട്ടോ, ഒഴിവാക്കരുത്. ഞാന് കമ്പനിയിലേക്ക് പോയി. വേണം ഭക്ഷണം നീ. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഇന്ന് പണിക്കാർക്ക് കൂലി കൊടുക്കേണ്ട ദിവസം. ഞാൻ പോവാ, നീ ഭക്ഷണം കഴിച്ചോ. അത് പൂർത്തിയാക്കണേ. എന്നാ ശരിയാ.
ഫുഡ് കഴിച്ചാ? ആ നേരത്തെ കഴിച്ചു. നീ കഴിച്ചിട്ടില്ലേ? ആ കഴിച്ചു. ഡ്രസ് എന്തായി ഫിറ്റ് ചെയ്തോ? ഡ്രസ് അടിച്ചിട്ടുണ്ട്. വേറെ കൊടുക്കാനുള്ള അർജന്റ് കൊടുക്കാനുള്ള മാറ്റി വെച്ചിട്ടാണ് ഡ്രസ്. ഓക്കെ ഞാൻ പെട്ടെന്ന് ഞാൻ വരുന്നേ. ചാവിക്കറാ ചാവിച്ചിട്ട് പോകാം. ഹലോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരേണ്ടത് എവിടെ? ഏത് പാലം? പറശ്ശിനിക്കട പാലം. അതിൻ്റെ പാലത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകാം? ആ ഓക്കെ, ഞാൻ അങ്ങോട്ടേക്കാം. ഓക്കെ. എത്ര സമയം ഞാനവിടെ അറിയാൻ അവർ താമസിക്കും. സുമി, എന്തിനും ഇങ്ങോട്ട് വന്നേ? ഇവക്ക് വേണ്ടിട്ടാണ് ഡ്രസ് അടുപ്പിച്ചതല്ലേ? ഇവളെ നോക്കിട്ട് വന്നതാണല്ലേ? ഇങ്ങനത്തെ ഡ്രസ് കുറെ അടിച്ചെന്നാ കുറെ വാങ്ങി തന്നിട്ടുണ്ടോ ഇങ്ങനത്തെ ഡ്രസ്? വേണ്ടിട്ടാ നല്ല തിരക്കുമാണ് മാറ്റി വെച്ചിട്ട് ഡ്രസ് അടുപ്പിച്ചിട്ടുണ്ടല്ലേ? ഞാൻ രാവിലെ നിങ്ങളെ വിളിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ ഫോൺ എടുത്തിട്ട് അടിക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ടാണ് എന്തിനാ ഇങ്ങനെ തെറ്റിയിരിക്കുന്നത്? 8 hours later. ആരാ? സ്റ്റിച്ച് ചെയ്യുന്നവരില്ല ഇവിടെ? ഡ്രസ് സ്റ്റിച്ച് ചെയ്യാനായിരുന്നു. സ്റ്റിച്ച് ചെയ്യുന്ന ആൾ പുറത്ത് പോയിട്ടാ ഉള്ളത്. ഞാൻ അവർ രാവിലെ വിളിച്ചിരുന്ന അവർ ഫോൺ എടുത്ത് എന്നിട്ട് ഇന്ന് ആവൂലെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒന്ന് അടിച്ചു തരാൻ പറയട്ടാ. എപ്പോഴത്തേക്കാണ്? ഇന്ന് വൈകുന്നേരത്തേക്ക്. ഇന്ന് വൈകുന്നേരത്തേക്ക് എന്തായാലും എടുക്കൂല. എന്നാ അപ്പം നിങ്ങൾ പറഞ്ഞാലൊന്നും എടുക്കും. എനിക്കിന്ന് വൈകുന്നേരത്തേക്ക് ആവശ്യമാണ്. ഇത് ഇന്ന് വൈകുന്നേരത്തേക്ക് സംശയമാണ്, എടുക്കൂല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എടുക്കുമായിരിക്കും. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടുന്ന് അടിച്ച നല്ല സ്റ്റിച്ചിങ് ആണ്. ഞാൻ കൊടുത്തിട്ട് എല്ലാം ഫോളായി പോകുന്നു. ഇപ്പൊ ഞാൻ എടുത്താൽ തന്നെ പറഞ്ഞാൽ എങ്ങനെ അടിച്ചു? വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. എപ്പോഴേ? ഫോൺ എടുത്ത് പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു. അതെയോ? ഞാൻ പറയാം, നിങ്ങൾക്കാന്ന് പറയുന്നില്ല കേട്ടാ. ആ നമ്പർ ഒന്ന് എഴുതുക. അടിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് അവളെ നമ്പറില്ല, ആ നമ്പറിൽ വിളിച്ചോ. അല്ല, ഓറ് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അടിച്ചു തരാൻ കഴിയില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. നിങ്ങളെ നമ്പർ ഒന്ന് ഇതാ, ഞാൻ നിങ്ങളതിൽ വിളിക്കാം. ആ എന്നാൽ എൻ്റെ നമ്പറാണ് നോട്ട് ചെയ്യുക. എത്രയാണ്? 9895. ഓക്കെ. ഒന്ന് കാര്യമായിട്ട് എന്തായാലും ഇത് അർജന്റ് ആയതുകൊണ്ടാണ്. ഇതാ സംഭവം അല്ല. നീ തെറ്റിദ്ധരിച്ച് ഇങ്ങോട്ടേക്ക് വന്നല്ലേ? അതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. നേരത്തെ പറഞ്ഞാൽ നീ അടിച്ചു കൊടുക്കൂല. ഇന്നലെ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ഇവള് വിളിച്ചപ്പോൾ നീ എന്തായാലും അടിച്ചിടാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവള് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ നാടകം കളിക്കണ്ടെന്ന്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നിന്റെ തെറ്റിദ്ധാരണയെല്ലാം മാറിയില്ലേ? നമുക്ക് പോവാം. പോവാം. നമുക്ക് പോട്ടെ.